യൂത്ത് കൺവെൻഷൻ നടത്താൻ ഞങ്ങൾ ഏൽപ്പിച്ചു. യൂത്ത് കൺവെൻഷൻ്റെ കൂടെ നിൽക്കുന്ന ഫസ്റ്റ് ഡേ ഇട്ട പന്തൽ കാറ്റ് കൊണ്ടുപോയി. നമ്മൾ അത്ര ഒരു എക്സ്ട്രീം ക്ലൈമറ്റ് അടുത്ത ചിന്തിക്കുന്ന നമ്മൾ ഇനി മല വല്ല ഇളകി വരും, അങ്ങനെ പേടിയൊക്കെ ഉണ്ട്. നമുക്ക് പറ്റുന്നൊരു ഇത് കാണിച്ചപ്പോൾ അവിടെ ദൈവം നമ്മളെ തടഞ്ഞു. ഇല്ല, എളിമപ്പെട്ട് തന്നെ പോകണം എന്നുള്ള രീതിയിൽ തന്നെ ആക്കി. ഇത് ജീസസ് യൂത്തിൻ്റെ മിഷനല്ല, എൻ്റെ മിഷനല്ല, എൻ്റെ കുടുംബത്തിൻ്റെ മിഷനല്ല, കർത്താവിൻ്റെ മിഷനാണ്. ഞാൻ പപ്പയുടെ കൂടെ വീടുകളൊക്കെ വിസിറ്റ് ചെയ്യാൻ രാവിലെ പോവും. കുന്നൊക്കെ കയറും. ആദ്യമൊക്കെ കയറുമ്പോൾ വീണ് പോവുമായിരുന്നു, തിരിച്ചിങ്ങനെ ഉരുണ്ട് വരും, ബാക്കിലുള്ളവരെയൊക്കെ തട്ടിയിടും, അങ്ങനെയൊക്കെ. മിഷൻ ഒരനുഭവമാണ്. അത് രുചിച്ചറിഞ്ഞവർ അനേകരിലേക്ക് അത് പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കും. അതൊരു തീപ്പൊരിയായി ഈ ലോകത്തിൻ്റെ അറ്റം വരെ ആളിപ്പടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ആളിപ്പടർന്ന പോരാളികളുടെ ഒരു കൂട്ടം, അവരെ നാം പരിചയപ്പെടുത്തുകയാണ് ശാലോം TV-യുടെ വാരിയേഴ്സ് ഓഫ് ഫെയ്ത്തിലൂടെ. ഇന്ന് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത് ഒറ്റപ്പാലം സ്വദേശികളായ അജി തോമസ്, ലിസി ദാസ് ദമ്പതികളാണ്. ഇരുവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ അനുഭവങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാം. എൻ്റെ പേര് അജി തോമസ്, കൊല്ലം സ്വദേശിയാണ്. ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് ഒറ്റപ്പാലത്ത് താമസിക്കുന്നു. ഇവിടെ ചുനങ്ങാട് സ്കൂളിൽ അധ്യാപകനാണ്. ജീസസ് മുന്നേറ്റത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. പാലക്കാട് ഫാമിലി സ്ട്രീമിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ കേരള മിഷൻ ടീമിൻ്റെ ഭാഗമായി സഹായിച്ചു. എൻ്റെ പേര് ലിസി ദാസ്, ഞാനും കൊല്ലം സ്വദേശിയാണ്. ജോലി സംബന്ധമായി ഒറ്റപ്പാലത്ത് താമസിക്കുന്നു. ഞാൻ നേഴ്സിംഗ് ഓഫീസറായി വർക്ക് ചെയ്യുന്നു. ഇത്തരമൊരു സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്ന്, സാമ്പത്തികമായ ഒരു നല്ലൊരു ചുറ്റുപാടിൽ നിന്ന് നിങ്ങൾ മിഷൻ മേഖലയിലേക്ക് പോകുവാനുള്ള, അതിലെത്തപ്പെടാനുള്ള ഒരു സാഹചര്യം എന്ന് പറയാമോ? 2022 തൃശ്ശൂർ വെച്ചിട്ട് കേരള ഫാമിലി സ്ട്രീമിൻ്റെ ജീസസ് ഫാമിലി സ്ട്രീമിൻ്റെ നേതൃത്വത്തിൽ ഫാമിലി കോൺഫറൻസ് എന്ന് പേരിലൊരു പ്രോഗ്രാം നടക്കുകയുണ്ടായി. അതിൽ വോളണ്ടിയറായിട്ട് പ്രേക്ഷിത എന്ന രീതിയിൽ ഞാൻ കുടുംബം ജില്ലയായിരുന്നു അവിടെ. തുടർന്ന് അവിടെ വെച്ചിട്ട് സന്തോഷ് മാത്യു എന്ന ഏട്ടൻ്റെ ഒരു ഷെയറിങ്, അദ്ദേഹം ആഫ്രിക്കൻ മിഷനിൽ സേവനം അനുഷ്ഠിക്കുന്ന ആളാണ്. സന്തോഷ് ഏട്ടൻ്റെ ഷെയറിങ് കേൾക്കുകയും, ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്, കുട്ടികൾ മറ്റൊരു സ്ഥലത്തായിരുന്നു. ഞങ്ങൾ ആ ഷെയറിങ് ഒന്നിച്ചിരുന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഉള്ളിലൊരു തീ, റിയൽ ഫയർ ഞങ്ങളുടെ ഉള്ളിൽ കത്തുകയുണ്ടായിരുന്നു. ഷെയറിങ്ങിന് അവസാനം സന്തോഷമായിട്ടും ചോദിക്കുന്നുണ്ട്, ഈ കേൾക്കുന്നതിൽ ആരെങ്കിലും മിഷനിലേക്ക് പോകാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്കൊരു ചെറിയ ബോക്സ് കൊണ്ടിരുന്നുണ്ട്, അതിലേക്ക് നിങ്ങളുടെ പേരുകൾ എഴുതിയിടണമെന്ന് പറഞ്ഞു. എന്നെക്കാട്ടും മുമ്പേ താല്പര്യത്തെ ഇവിടെ തന്നെയാണ് പേരെഴുതിയിട്ടത്. മിഷന് പോകാമെന്ന് താല്പര്യം അറിയിക്കുകയായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്ങിലൂടെയാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മിഷനിലേക്ക് അടുക്കുന്നത്. ലിസി ചേച്ചിക്ക് ഒരു ആധ്യാത്മിക ജീവിതം ചെറുപ്പം മുതലേ ഉണ്ടോ, അതോ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷം ഉണ്ടായതാണോ? ചെറുപ്പം മുതലേ എന്ന് പറയുമ്പോൾ ഞാൻ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ പ്രാർത്ഥന അങ്ങനെയൊക്കെ കുറച്ചുണ്ടല്ലോ, ആ രീതിയിൽ പോകുമായിരുന്നു. പിന്നെ കല്യാണത്തിന് ശേഷമാണ് ഞാൻ ജീസസ് യൂത്തിലേക്ക് വരുന്നതും ഇങ്ങനെയുള്ള പ്രോഗ്രാമിനൊക്കെ പങ്കെടുത്തതൊക്കെ കല്യാണത്തിന് ശേഷമാണ്. സ്വാഭാവികമായിട്ടും മിഷൻ മേഖല എന്ന് കേൾക്കുമ്പോൾ തന്നെ നോർത്ത് ഈസ്റ്റ് കൂടുതൽ ദരിദ്ര പശ്ചാത്തലമുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അവിടേക്ക് പോകുമ്പോൾ നിങ്ങൾക്കൊരു മുന്നൊരുക്കം ഉണ്ടാകണമല്ലോ. ആദ്യം സത്യം പറഞ്ഞാൽ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കുട്ടികളായിട്ടാണല്ലോ പോകേണ്ടത്. അപ്പോൾ ചെറിയ കുട്ടികളാണ്, അപ്പോൾ അവരെയും കൊണ്ട് പോകുന്നതിൻ്റെ ഒരു ടെൻഷൻ നല്ല രീതിയിലുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കേരളത്തിൽ ഇങ്ങനെ സേഫായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കേരളം വിട്ടിട്ട് പുറത്തേക്ക് അങ്ങനെ പോയിട്ടില്ല. അപ്പം നമുക്ക് കിട്ടിയ സ്ഥലം അരുണാചൽ പ്രദേശാണ്. അപ്പോൾ അവിടേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് പ്രധാനമായിട്ടും ഭാഷ എല്ലാം വ്യത്യാസമാണല്ലോ. അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ടെൻഷൻ അവസാനമൊക്കെ ആയപ്പോൾ പോകാൻ സമയമായപ്പോഴത്തേക്ക് ടെൻഷൻ മാറി. കാരണം എന്തായാലും ദൈവം വിളിച്ചതാണല്ലോ, ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പം പിന്നെ നമുക്ക് ആ ടെൻഷൻ ഇല്ലായിരുന്നു. ഈ അരുണാചൽ പ്രദേശ് ആദ്യത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്തതാണോ, നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തി തന്നതാണോ? ഇല്ല, നമ്മൾ അങ്ങനെ പോകാൻ തയ്യാറായി എന്ന് മാത്രമേ ജീസസ് യൂത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇന്ന സ്ഥലം വേണമെന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരായിട്ട് നമുക്ക് തന്ന സ്ഥലമാണ് അരുണാചൽ പ്രദേശ്. അപ്പോൾ എവിടെയാണെങ്കിലും ഞങ്ങൾ പോകാൻ തയ്യാറായിരുന്നു, അങ്ങനെ പോയതാണ്. നിങ്ങളൊരു മിഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒരുക്കങ്ങൾ വേണ്ടി വരും, നിങ്ങൾക്കൊരു പരിശീലനം വേണ്ടി വരും. നിങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ, അതുപോലെ സാമ്പത്തികമായ ഒരു ഒരുക്കം, കുട്ടികളെ കൊണ്ടുപോവുകയാണ്, അതിനുള്ള ഒരു മുന്നൊരുക്കങ്ങളൊക്കെ വേണ്ടി വരും. നിങ്ങൾ എങ്ങനെയാണ് അതിനെ തരണം ചെയ്തത്? ജീസസ് മൂവ്മെന്റ് നമുക്കൊരു പരിശീലനം തരികയുണ്ടായി. 2-3 ദിവസം ശരിക്കും ഒരു മിഷൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു പരിശീലനം. ചേർത്തല എന്ന് പറഞ്ഞ സ്ഥലത്ത് തങ്കിപ്പള്ളിയിൽ വെച്ചായിരുന്നു പരിശീലനം ലഭിച്ചത്. നിങ്ങൾ മാത്രം ഉണ്ടായിരുന്നല്ലോ? 25ഓളം കുടുംബങ്ങളുണ്ടായിരുന്നു. ഈ 25 കുടുംബങ്ങളും ഓരോ വീടുകളിൽ താമസമായിരുന്നു. അതിനുശേഷം നമ്മൾ ഒന്നിച്ച് തങ്കിപ്പള്ളിയിൽ വന്നൊരു പരിശീലനം ഡേ ടൈമിൽ ഒന്നിച്ച് കൂടും. അതിനുശേഷം നമ്മൾ ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് ആയിട്ട് 2-3 വീടൊക്കെ വിസിറ്റ് ചെയ്യും, അവരെ കേൾക്കാനായിട്ട്
മണിക്കൂർ നേരത്തോളം ആ ഒരു വീട്ടിലൊക്കെ ഇരുന്ന് അവരെ കേൾക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും. ഞങ്ങൾക്ക് ലഭിക്കുക അക്കോമഡേഷൻ കിട്ടിയത് അനിലേട്ടൻ എന്ന് പറഞ്ഞൊരു കൊടുത്തിരപ്പള്ളിയിലുള്ള ഒരു വീട്ടിലായിരുന്നു. അനിലേട്ടൻ ജെസ്സി ചേച്ചിയും അവർ തന്നെ നമുക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് വലിയൊരു സപ്പോർട്ടായിരുന്നു. നമ്മൾ എങ്ങനെ പോകണം എന്ന് എനിക്ക് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നു. മിഷന് വേണ്ടി സ്റ്റെപ്പ് വെച്ചതല്ലേ, ഞങ്ങളൊക്കെ പുറകിലുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ധൈര്യമായിരുന്നു. തുടർന്ന് ഞങ്ങൾ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ പിള്ളേരെയൊക്കെ ഇന്ന് ശരിക്കും ഒന്ന് പരിശീലിപ്പിക്കുകയായിരുന്നു. ചില സ്ഥലങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അത്തരത്തിൽ നമ്മൾ കുറച്ച് ദാരിദ്ര്യം തന്നെ നമ്മൾ വീട്ടിലൊന്ന് ചില കാര്യങ്ങളിലൊക്കെ മിതത്വം പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമായിരുന്നു. ഇടയ്ക്കൊക്കെ ഓൺലൈൻ പരിശീലനം വരാൻ വിളിച്ചു പറയാറുണ്ട്, നിങ്ങൾ ഇന്ന് കുട്ടികളെ നിലത്ത് കിടത്തി ഉറക്കണം. ചിലപ്പോൾ ചെല്ലുന്നിടത്ത് പായ പോലും ചിലപ്പോൾ കിട്ടിയെത്തി വരത്തില്ല. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. പല ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുക, ചിലത് വർജിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ താല്പര്യത്തോടെ തന്നെ പരിശീലിപ്പിക്കാനൊക്കെ പറഞ്ഞിരുന്നു. ശരിക്കും അങ്ങനെ തന്നെ വേണ്ടി വന്നു. അവിടെ ചെന്നപ്പോൾ നമുക്ക് ലഭിച്ചതും നിലത്ത് തന്നെ കിടക്കാനായിട്ട് വന്നു. പക്ഷേ ഇതിനപ്പുറത്തേക്ക് കർത്താവ് നമ്മളെ വെട്ടിയൊരുക്കിയിരുന്നു. ആ കാലഘട്ടത്തിൽ നമ്മൾ ശരിക്കും ആ ഒരു മിഷൻ്റെ അവസാനഘട്ട ഓൺലൈൻ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് ഒരു സാരാധനയ്ക്ക് മീൻസ് പ്രാർത്ഥന ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിനു മുമ്പ് തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു എനിക്ക് സ്റ്റോണുണ്ട്, ശരിക്കും കുറേ അധികം സ്റ്റോണുണ്ട്. ഒരു സ്റ്റോണൊക്കെ തന്നെയും ഒരു 1.2 ഒക്കെ വരുന്ന അത്രയും വലിപ്പത്തിലുള്ള സ്റ്റോണുകളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കോൺടാക്ട് പേഴ്സൺ വിനീഷേട്ടനെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ പറഞ്ഞു, ഒരിക്കലും അങ്ങോട്ട് വരണ്ട, നിങ്ങൾ ഇപ്പോൾ പോകാൻ പോകുന്നത് ലോങ്ങോ എന്ന പാരീഷാണ്, തിൻസുക്കിയിൽ നിന്ന് 110 കിലോമീറ്ററോളം ഉള്ളിലാണ്, സ്ട്രഗിൾ ആകും എന്ന് പറഞ്ഞു. പക്ഷേ 1.2 എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ നിർബന്ധിതമായ അവസ്ഥയാണ്. അങ്ങനത്തെ 2 സ്റ്റോൺ ഉണ്ടായിരുന്നു 2 കിഡ്നിയിലൊക്കെ ആയിട്ട്. ശരിക്കും നമ്മൾ HU വാല്യൂ ഒത്തിരി ഹൈ ഉള്ള സ്റ്റോണൊക്കെ ആയിരുന്നു. നമ്മൾ മരുന്നൊക്കെ എടുക്കുന്നുണ്ട്, ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ അവസാനത്തെ ആരാധനയുടെ ദിവസം എനിക്ക് യൂറിന് പകരം പോയ ബ്ലഡ് മാത്രമായിരുന്നു. ശരിക്കും ഞാൻ കരഞ്ഞു, എഴുന്നേറ്റ് കരഞ്ഞ്. അവിടെ ഇപ്പം ഡോക്ടറെ വിളിച്ചു, ഡോക്ടർ സിന്ധു എന്ന് പറയും, GC തന്നെയാണ് പാലക്കാട്. ചേച്ചി വിളിച്ചപ്പോൾ പറഞ്ഞു, അത് ബ്ലഡ് നിങ്ങൾ യൂറിൻ ഒന്ന് പാത്രത്തിൽ കളക്ട് ചെയ്ത് നോക്ക്, ബ്ലഡ് സ്റ്റെയിൻ ആണോ എന്നൊക്കെ നോക്കാമെന്നൊക്കെ പറഞ്ഞു. അതിന് ചേച്ചി തന്നെ പറഞ്ഞു, ടെൻഷൻ അടിക്കണ്ട, ഇത് സ്റ്റോൺ പോയി തുടങ്ങിയെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വിദേഹത്തിൽ പോയി സ്കാൻ ചെയ്യാൻ പറഞ്ഞത് സ്റ്റോണിന് തുടക്കമാണ്, ഒരു 0.2 mm ഒക്കെയുള്ള ചെറിയ സ്റ്റോണുകൾ 2 ഉണ്ട്, ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും അവിടെ നിന്ന് പ്രൈസിലോടെ നില്ലാണ്ട് വേറെ ഒന്നും പറഞ്ഞില്ല, എഴുന്നേറ്റ് സ്തുതിച്ചുകൊണ്ട് ഇറങ്ങി പോരുന്നത്. എന്നിട്ട് ഞാൻ വിനീഷേട്ടനെ വിളിച്ചു, വിനീഷേട്ടാ രോഗം മാറി. പിന്നെ അടുത്തൊരു ചെറിയ സ്ട്രഗിൾ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോകാനായിട്ട് തയ്യാറെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ആർക്കും പൈസ ഒന്നും ചോദിക്കണ്ട, നമുക്ക് എങ്ങനെയും PF ഒക്കെ എടുത്തിട്ട് അങ്ങനെ പോകാം, ആരോടും ചോദിക്കുകയൊന്നും വേണ്ട. ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഇരുന്നത്. അങ്ങനെ ഞങ്ങൾ ആർക്കും ചോദിച്ചില്ല. പക്ഷെ സമയമായപ്പോൾ എന്തോ PF ഫുള്ള് ബ്ലോക്ക്, നമുക്ക് എന്തായാലും പൈസ എടുക്കാൻ പറ്റുന്നില്ല. ആ സമയത്താണ് നമ്മുടെ തൃശ്ശൂരുള്ള കുറച്ച് ചേട്ടന്മാർ നമുക്ക് വീട്ടിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ സ്വന്തം ഇതിലങ്ങ് പോവുകയാണല്ലേ, നിങ്ങൾ ആർക്കും ഇങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല, പൈസ ഒന്നും ചോദിച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സ്വന്തം ഇതിൽ തന്നെ പോകാൻ തീരുമാനിച്ച് നിൽക്കുക, ആർക്കും ഇതുവരെയും ചോദിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് ശരിയല്ല, നമ്മൾ മിഷന് വേണ്ടി പോകുമ്പം നമ്മൾ വലിയ ആൾക്കാരാണ് എന്നുള്ള രീതിയിലല്ല പോകേണ്ടത്, നമ്മൾ ചോദിക്കണം, നമ്മളെ കൊണ്ട് ദൈവം ചോദിപ്പിക്കും, നിങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കങ്ങോട്ട് പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ചോദിക്കണോ വേണ്ട, ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കും, വേണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് പറഞ്ഞു, അല്ല, അത് നമ്മളെ കൊണ്ട് ചോദിപ്പിക്കാനായിരിക്കും, നമ്മളൊരു 5 പേർക്കെങ്കിലും ചോദിച്ചാൽ ചിലപ്പം നമുക്ക് ശരിയാകും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പള്ളിയിൽ പോയി ഇടവകയിൽ അച്ഛനോട് പറഞ്ഞു, അങ്ങനെ കുറച്ച് ഇടവക ജനങ്ങളോടൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ആങ്ങളുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ കുറച്ച് പേർത്തൊക്കെ നമ്മൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ PF അത് ശരിയാവുകയും ചെയ്തു. എളിമപ്പെട്ടപ്പോൾ വഴി തുറന്നു. എളിമപ്പെട്ടെന്ന് വെച്ചാൽ നമുക്ക് പറ്റുന്നൊരു ഇത് കാണിച്ചപ്പോൾ അവിടെ ദൈവം നമ്മളെ തടഞ്ഞു. ഇല്ല, എളിമപ്പെട്ട് തന്നെ പോകണം എന്നുള്ള രീതിയിൽ തന്നെ ആക്കി. അത് ജീസസ് യൂത്തിൻ്റെ മിഷനല്ല, എൻ്റെ മിഷനല്ല, എൻ്റെ കുടുംബത്തിൻ്റെ മിഷനല്ല, കർത്താവിൻ്റെ മിഷനാണ്. ആ ഒരു ബോധ്യം. തുടർന്ന് നമ്മുടെ യാത്ര ആ സമയത്ത് കുട്ടികളെയൊക്കെ കൊണ്ടുപോകേണ്ടി വന്നു. അപ്പോൾ കുട്ടികൾക്കായിട്ട് പ്രത്യേകിച്ചൊരു മുന്നൊരുക്കം വേണ്ടി വന്നോ? കുട്ടികളോട് ഞങ്ങൾ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും കുറച്ചൊക്കെ ഇംഗ്ലീഷും ഹിന്ദിയിലും ഒക്കെ പഠിക്കാൻ പറഞ്ഞു. പിന്നെ എല്ലാത്തിനോടും നമുക്ക് ഇന്ന ഫുഡ് കഴിക്കാനേ താല്പര്യമുള്ളൂ എന്നൊന്നും പറഞ്ഞ് അതിനോടൊന്നും എസ് പറഞ്ഞ് നിൽക്കരുത് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞു പഠിപ്പിക്കാറുണ്ട്. ഞങ്ങൾ തന്നെ പല വീക്കെൻഡ് ഉള്ള ഫുഡ് കഴിപ്പൊക്കെ പലതും ഞങ്ങൾ ഒഴിവാക്കിയിരുന്നു. അങ്ങനെ ശരിക്കും അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതും മറ്റൊന്നുമല്ലായിരുന്നു, പച്ചരിച്ചോറും പരിപ്പ് കറിയും മാത്രമായിരുന്നു. 15 ദിവസം ഇത് മാത്രമായിരുന്നു. മിഷൻ മേഖലയിലേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിൽ കൊന്തയുണ്ടാവും, കുരിശുണ്ടാവും, മിനിമം ഒരു ബൈബിളെങ്കിലും കാണും. ഇത് ദീർഘയാത്രയാണ്, നമ്മൾ വായിക്കാനൊക്കെ ഉപയോഗിക്കും. ഇത്തരം സംഗതികൾ ഒരുപാട് ആളുകൾക്ക് തടസ്സപ്പെടുത്തുന്നു, മിഷൻ മേഖലയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഇവിടുന്ന് യാത്ര ഞങ്ങൾ മെയിൻലി ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് സഹായിച്ചത് രണ്ട് കമ്മ്യൂണിറ്റി. ഒന്ന് ഇവിടുത്തെ ലേഡി മാഗ്ലേറ്റ് എന്ന് പറഞ്ഞ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സും സെൻറ്റ് ജോസഫ് സിസ്റ്റേഴ്സും, പിന്നെ അവിടെ 2 ഇടവകയിലെ അച്ഛന്മാരും, ജോസ് അച്ഛനായിട്ടും പിന്നെ സണ്ണി അച്ഛനായാലും ഇവരെയൊക്കെ ഞങ്ങൾ ഏൽപ്പിച്ചിരുന്നത്. ഞങ്ങളെ ഇവിടുന്നേക്ക് യാത്ര അയക്കുമ്പോൾ ഞങ്ങൾ ഒരുക്കി വിടുന്നത് ഞങ്ങളുടെ സോണായിരുന്നു, പാലക്കാട് സോണായിരുന്നു. പാലക്കാട് സോണിൻ്റെ കോർഡിനേറ്റർ
ഡോക്ടർ സോജനും ബിന്ദു ചേച്ചിയുടെ വീട്ടിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അതിന് മുമ്പ് ഞങ്ങളുടെ ക്യാപ്റ്റൻ എല്ലാവരും ഒന്നിച്ചു കൂടി പ്രാർത്ഥിച്ചിട്ട് വിടുന്ന സമയത്ത് അവസാനം പ്രാർത്ഥിക്കുമ്പോൾ സോജൻ സാറിൻ്റെ അമ്മച്ചി സങ്കീർത്തനം 91 വായിക്കുന്നുണ്ട്, 91:11 വായിക്കുന്നുണ്ട്. വായിച്ചെത്തിക്കുമ്പോൾ എനിക്കെത്തി പറഞ്ഞാൽ അവിടെ നിന്നൊന്ന് നിർത്തിയിട്ടാണ് തോന്നുന്നത്. നിൻ്റെ വഴികൾ നിന്നെ കാത്ത് വലിക്കാൻ ഞാൻ ദൂതനോട് കൽപ്പിക്കും. ആ ഒരു സംഗതി ഞാനിങ്ങനെ ബൈബിൾ എടുത്തുവെച്ച് വരച്ചിടുന്നുമുണ്ട്. എന്നിട്ട് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, യാത്രയിൽ ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു സ്ട്രഗിളും ഉണ്ടാകരുത്. ഞങ്ങൾ ഇരിക്കുന്നതിന് ഓപ്പോസിറ്റ് കിടന്ന ഒരു മനുഷ്യനുണ്ട്, തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന ഒരു വെസ്റ്റ് ബംഗാളുകാരൻ, സിലിഗുരിക്കാരനായ ഒരു അലി. എനിക്ക് ഹിന്ദി നല്ല ഫ്ലുവൻ്റ് അല്ലെന്ന് പുള്ളിക്ക് മനസ്സിലായി. പുള്ളിക്ക് മലയാളം അറിയാം. പുള്ളി ഞങ്ങളോട് ചോദിക്കും എവിടെ പോകുകയാണെന്നൊക്കെ ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങളോട് ഇങ്ങനെ പള്ളിയുടെ ആവശ്യത്തിന് പോവുകയാണെന്ന് ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചേട്ടന്മാർ അങ്ങനെ പറയരുത്, പക്ഷേ എങ്കിലും പറഞ്ഞു പോയി. അതായത് ആ ചേട്ടൻ പറഞ്ഞു ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ഹെൽപ്പ് ചെയ്യാം. അയാൾ സിലിഗുരി ഇറങ്ങുന്നതിന് മുമ്പ് വരെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് 91:11 പറഞ്ഞ ആ ദൂതനായിട്ട് അലി എന്ന് പറഞ്ഞ സഹോദരനായിരുന്നു. അയാൾ ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചു പറഞ്ഞു തരും. ഇടയ്ക്ക് വണ്ടിയിൽ വെള്ളം തീർന്നപ്പോൾ നമ്മൾ റെയിൽവേ കോൺടാക്ട് നമ്പർ വിളിച്ചപ്പോൾ നമുക്ക് ഹിന്ദിയിൽ പറയാൻ കിട്ടാഞ്ഞപ്പം വാങ്ങിച്ചിട്ട് നമ്മുടെ നമ്പർ ഉൾപ്പെടെ പറഞ്ഞു കൊടുത്ത് ഹെൽപ്പ് ചെയ്തത് ആ മനുഷ്യനാണ്. അന്ന് തുടങ്ങിയ ആ ഒരു പ്രൊവിഡൻസ് ഉണ്ടല്ലോ, ശരിക്കും ആ ദൂതനെ അയക്കുക അല്ലെങ്കിൽ നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടെന്നുള്ള ആ ഒരു സംരക്ഷണം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് സത്യമായി ആ വചനം ലിറ്ററലി എക്സിക്യൂട്ട് ആകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. മിഷൻ നമ്മുടെ യാത്രയിൽ സ്വയം ഒന്ന് കൂടി ചേർന്ന ഒരു സഹയാത്രികൻ അല്ലേ, ഒരുപാട് സഹായം നമുക്ക് ചെയ്തു. അങ്ങനെ വലിയ തരത്തിൽ നമ്മളെ അടയാളങ്ങൾ കൊണ്ടോ ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. പക്ഷേ ഞങ്ങൾ എവിടെ വെച്ചോ എനിക്ക് തോന്നുന്നു ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാനിങ്ങനെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് കുർബാന മിസ് ചെയ്യപ്പോൾ ഫീലുണ്ട്, ശരിക്കും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഒരു ദിവസം കുർബാന കണ്ടില്ല, ഞങ്ങൾ ഓൺലൈനൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഓൺലൈൻ കുർബാന കാണുമ്പോൾ ഒരു തമിഴനായ ഒരു മനുഷ്യൻ, അയാൾ എനിക്ക് തോന്നുന്നു നേവിയിൽ ഉദ്യോഗസ്ഥനെ കണ്ടായിരുന്നു, റിട്ടയർഡായിട്ട് ട്രെയിനകത്ത് സുവിശേഷമൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യൻ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം കയ്യിലിങ്ങനെ മുറുകെ പിടിച്ചിട്ട് പുള്ളി കുറച്ച് നേരം പ്രാർത്ഥിക്കുക, നിങ്ങൾ മിഷനിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതായത് നമ്മൾ ഓരോ ഘട്ടത്തിലും കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മളെ സ്ഥൈര്യപ്പെടുത്താൻ ഏതെങ്കിലും ഒരു മനുഷ്യനോ ഒരു സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. അത് നമ്മളെ സ്ഥൈര്യപ്പെടുന്നുണ്ട് അന്നും ഇന്നും. നമ്മൾ മിഷനിലേക്ക് എത്തിയപ്പോൾ ഇത് ട്രെയിൻ യാത്രയെക്കുറിച്ച് പറഞ്ഞു. തുടർന്ന് അവിടെ എത്തിയപ്പോൾ നമ്മളെ സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അവർ നമുക്കൊരു പ്രത്യേകമായ ഒരു ഏരിയ കാണിച്ചു തന്നോ? നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു സ്ഥലം കാണിച്ചു തന്നോ? അതോ നമ്മൾ സ്വയം കണ്ടെത്തുകയായിരുന്നു ചെയ്തത്? നമ്മൾ ചെന്ന് ഇറങ്ങിയ സ്ഥലത്തുനിന്ന് തന്നെ അച്ഛൻ നമ്മളെയും കൊണ്ട് നമുക്ക് തന്ന സ്ഥലം ചാസ എന്ന് പറയാം, അവിടേക്ക് പോവാണ്. സ്ഥലം എന്ന് പറയുമ്പോൾ ഫുള്ള് ഫോറസ്റ്റ് ഏരിയ. ശരിക്കും നമുക്ക് പേടി തോന്നും, നമ്മളിപ്പോൾ എത്തും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഇതിലിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നല്ല വനത്തിൻ്റെ ഇടയ്ക്ക് കൂടി ശരിക്കും പേടി. അപ്പോൾ നമുക്ക് നല്ല ടെൻഷൻ, കുട്ടികളെയൊക്കെ ആയിട്ട് അവിടെ എത്തുമ്പോൾ ഇനി എന്ത് പാടാവും. അപ്പോൾ അച്ഛനും പറയുന്നുണ്ട്, നിങ്ങൾ ചെല്ലുമ്പോൾ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം പറയുന്നുണ്ട്, ചെല്ലുന്ന സ്ഥലത്ത് അങ്ങനെ കറണ്ട് കാണുമെന്നില്ല, വെള്ളം ഷോർട്ടേജാണ്, നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ വീടാണെങ്കിലും അങ്ങനെ സൗകര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമുക്ക് ഉള്ളതിലൊരു നല്ല വീടാണ് അച്ഛൻ അറേഞ്ച് ചെയ്തേക്കുന്നത്, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിച്ച് തന്നെയാണ് വരുന്നത്, ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ല. അച്ഛൻ നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ ആ വില്ലേജിൽ ചെന്നപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ നമ്മളെ സ്വീകരിക്കാനായിട്ട് അവരിങ്ങനെ ഭയങ്കര അതിശയമായിട്ട് നമ്മളെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല സന്തോഷം തോന്നി. അങ്ങനെ അവർ നമ്മളെ സ്വീകരിച്ചു. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ കറണ്ടൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ വെള്ളത്തിന് ഷോർട്ടേജ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ ചെന്നിറങ്ങിയത് അരുണാചലിൽ ലോങ്കോ എന്ന് പറഞ്ഞ പാരീഷിൽ ചാസയിൽ ടോളോ എന്ന് പറഞ്ഞ വില്ലേജിൽ, അതായത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് കോളനിയാണ്. ഓരോ വില്ലേജും 8-9 കോളനികൾ ചേർന്ന. ഞങ്ങളിവിടെ ചർച്ചിനൊരു കോളനിയുണ്ട്, ഓരോ വില്ലേജിനും ഒരു ഹെഡുണ്ട്, രാജാവ് എന്ന് പറയും. ചാസയുടെ രാജാവ് രാജ്കുമാർ എന്നാണ് പേര്. അവരുടെ വീട്ടിലുൾപ്പെടെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ കിട്ടി. 91 വീടോളം ഞങ്ങൾ വിസിറ്റ് ചെയ്തു. ഈ ടോളോയുടെ മുകളിൽ കുറച്ച് നിരപ്പുള്ള സ്ഥലമുണ്ട്, അവിടെ ഒരു 5-10 വീട് അടുപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് ഭേദപ്പെട്ട ഒരു വീട്, ഒരു ബീഹാറി കുടുംബത്തിൻ്റെ ഒരു ഭേദപ്പെട്ടൊരു വീട്ടിലാണ് നമ്മൾ നിന്നത്. ബാക്കിയൊക്കെ തന്നെയും ബാംബു ഹട്ടുകൾ മാത്രമാണ്. അവർ ആ സ്ഥലം തന്നിട്ട് അച്ഛൻ പറഞ്ഞത് നിങ്ങളിവിടെ ചെയ്തോളൂ, യൂത്തിനെ ഓറിയൻറ്റ് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞു പോയി. പക്ഷേ ഞങ്ങൾ ത്രൂ ഔട്ട് ദ ജേണി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നൊരു കാര്യമുണ്ട്, ചെല്ലുന്നിടത്ത് അച്ഛനുണ്ടെങ്കിൽ ഞങ്ങൾ കുർബാന മുടങ്ങരുത്. ഞങ്ങൾ 1-ാം ദിവസം ഞങ്ങൾ അച്ഛനെ വിളിച്ചു നോക്കി, അച്ഛൻ ഞങ്ങൾ വിസിറ്റ് അവസാനിപ്പിച്ചു. വിസിറ്റ് ടൈം ഇങ്ങനെയായിരുന്നു, അവിടെ ഒരു 4 മണിയോട് നേരമെടുക്കും, ഏർലി ആണ്. 6-8 മണിയോടെ അവർ പണിക്ക് പോകും, അവർ വാലിയിലേക്ക് പോകും. അതിന് മുമ്പ് ഇവരെ കാണണം. 6 to 8 ഞങ്ങൾ വിസിറ്റ് വെക്കും, കുറച്ച് വീടുകൾ. വൈകിട്ട് 6 to 8 വെക്കും. രാവിലത്തെ വിസിറ്റ് കഴിയുമ്പം ഞങ്ങൾ അച്ഛനെ വിളിക്കും, അച്ഛൻ ഇത്ര വീട് വിസിറ്റ് ചെയ്ത് വീട്ടിലുള്ള ആൾക്കാർ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്, ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലല്ലെങ്കിൽ അവസാനം വിസിറ്റ് ചെയ്ത വീട്ടിൽ ഞങ്ങളുണ്ടാവും. അച്ഛൻ അതൊക്കെ വരും, ഒരു ബാഗിൽ കുർബാന പുസ്തകവും ഒക്കെ ആയിട്ട് വരും. എന്നിട്ട് അവിടെ കുർബാന അർപ്പിക്കും. അതൊരു പുതിയ അനുഭവമായിരുന്നു. ആ വില്ലേജിൽ ആർക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ 8ഓളം വില്ലേജ് ഉള്ളതുകൊണ്ട്
മാസത്തിൽ ഒരു കുർബാനയൊന്നും കിട്ടില്ല, 2 മാസത്തിൽ ഒരു കുർബാനയൊക്കെ കിട്ടുക. ശരിക്കും നേരത്തെ പറഞ്ഞ ഒരു നീഡ് ഈ സ്ഥലങ്ങളിൽ അച്ഛന്മാർ പോലും അവൈലബിലിറ്റി കുറവാണ്. അവിടെ മിഷണറീസ് ഓഫ് ഫെയ്ത്ത് അച്ഛന്മാരാണ് ഉള്ളത്, 2-3 അച്ഛന്മാർ മാത്രമേ ഉള്ളത്. ഇവർ റൊട്ടേഷൻ ബേസാണ് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ആ ഒരു വില്ലേജിൽ ഞങ്ങൾ നിന്നതുകൊണ്ട് അവർ പറയുന്നൊരു ബ്ലെസ്സിങ്, ഒരു അയക്കപ്പെട്ട ഒരുത്തനും ഫാമിലി ഇവിടെ ഉണ്ട്, അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും കുർബാനയുണ്ട്. 13 ദിവസം കുർബാന അർപ്പിച്ചു വെച്ചത്. 14ാമത്തെ ദിവസം കുർബാന അർപ്പിക്കുന്ന ഇടയ്ക്ക് ഒരു സൺഡേ വന്നപ്പം പള്ളി നിറച്ച ആളായിരുന്നു. ഞങ്ങൾ പോയി വിസിറ്റ് ചെയ്ത വീട്ടിൽ എല്ലാവരും ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. ഈവൻ ഒരു ഇൻഡോജനസ് മീൻസ് ഒരു അബോർജിൻസ് ആയിട്ട് അവിടുത്തെ നാട്ടുകാരായിട്ട് ഇൻഡോജൻസ് എന്ന് പറയും, അവിടുത്തെ ഒറിജിനൽ ഫാമിലീസ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഫാമിലീസ് പോലും നമ്മുടെ കൂടെ കുർബാനയ്ക്കായിട്ട് വരിക. അവിടുത്തെ ഏറ്റവും അട്രാക്ഷനായിട്ട് തോന്നിയ സാധനം ഈ ഓഫർട്ടറി ടൈം ഉണ്ടല്ലോ, നമ്മൾ കാഴ്ചവെപ്പ് എന്ന് പറയും. ആ സമയത്ത് അവിടെ അൽത്താരുടെ മുമ്പിൽ ഒരു ചെറിയ പാത്രം വെച്ചേക്കും, അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന കാഴ്ച അർപ്പിക്കാനായിട്ട് വരിയായിട്ട് പോകും. ഈ കുർബാനയ്ക്ക് വന്ന എല്ലാവരും, ചെറിയ കുട്ടി ഉൾപ്പെടെ, ഇവൻ അവരുടെ കൂടെ വരെ നായ ഉൾപ്പെടെ നടന്ന് അവിടെ വരുത്തും, നായ ഉൾപ്പെടെ വരും. എല്ലാവരും കൂടി ഓഫർട്ട് കൊടുക്കുക. ഒരു വലിയ നമ്മൾ കുർബാന സ്വീകരണത്തിന് ചെല്ലുന്ന ഒരു വരി നേരത്തെ രൂപപ്പെടും. അതൊക്കെ ശരിക്കും ഒരു അതിശയകരമായ കാഴ്ച നമുക്ക് തോന്നി. നമുക്ക് ഇവിടെ അത്ര ഇത് നമ്മുടെ അടുത്തേക്ക് വരികയാണ്, മറിച്ച് ഇവരെല്ലാവരും ആൾക്കാരെ അടുത്തേക്ക് എന്ന് തൻ്റെ ഓഫർട്ട് കൊടുത്തു പോകുന്ന ഒരു സീൻ. നമ്മുടെ വൈദികർക്ക് ഒരു വൈദികൻ ഒരു നിർദ്ദേശിക്കുമ്പോൾ ഒരു വരുന്ന ഒരു ഫാമിലിയെ അവർ ഇത്രയും ആഘോഷമായി ഇത് റെസ്പെക്റ്റോടെ സ്വീകരിക്കുമ്പോൾ ശരിക്കും വൈദികരെ വളരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമൂഹമാണ്. അങ്ങനെയുണ്ട്. നല്ലൊരു സ്വീകാര്യത ഉണ്ട് അച്ഛന്മാർക്കായാലും. എന്തിനും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ പോയ അരുണാചൽ ഇറ്റാനഗറിന്നും മിയാവെന്നും 2 ഡയസാണ് ഉള്ളത്. ഞങ്ങൾ നിന്നത് മിയാവ് ഡയസിനാട്ടിലാണ്. കോട്ടയംകാരനൊരു പിതാവാണ് അവിടുത്തെ ഉള്ളത്, ജോർജ് പിതാവ് എന്ന് പറയും. ജോർജ് പിതാവിനെ കുറിച്ച് നമ്മൾ ഒരു ഭംഗിവാക്കിനപ്പുറത്തെ പറയുകയാണെങ്കിൽ, അവിടെ ഹർത്താലോ മാവോയിസ്റ്റുകളുടെ അറ്റാക്കോ ഒക്കെ നടക്കുമ്പോൾ നടുക്കൂടെ പിതാവ് വണ്ടിയിൽ പോയെന്ന് പറഞ്ഞാൽ ഫുൾ സൈലൻ്റ് ആകും. അത്രയ്ക്കും ഒരു പവറാണ് അവർ കൊടുത്തേക്കുന്നത്. നിങ്ങൾ ഓരോ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ കുട്ടികളുമായിട്ടാണ് ചെല്ലുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ അവരോട് ഷെയർ ചെയ്യുകയാണോ, അതോ അവർക്ക് പറയാനുള്ളത് കേട്ട് നല്ല കേൾവിക്കാരായി പോയി വരികയാണോ? ഈ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ഇതിലെന്തായിരുന്നു ഇൻവോൾവ്മെൻറ്റ്? 3 കാര്യങ്ങളാണ് ചലഞ്ചായിട്ടുണ്ടായിരുന്നത്. 1 ക്ലൈമറ്റ്, 2 ഫുഡ്, പിന്നെ ലാംഗ്വേജ് വലിയ ബാരിയറാണ്. ഓരോ 2 കിലോമീറ്റർ അപ്പുറത്തേക്കും ഓരോ ലാംഗ്വേജ്, അവിടെ ഓരോ തരത്തിലുള്ള ലാംഗ്വേജാണ്. വാൻചോ, നൊക്ടെ എന്നൊക്കെ പറഞ്ഞ ലാംഗ്വേജുകളാണ്. നമുക്ക് ഈ ലാംഗ്വേജിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ആസാമീസും ഹിന്ദിയും ഇംഗ്ലീഷും അറിയാവുന്ന കുറച്ച് പേരുണ്ട്, പക്ഷേ നമുക്ക് ആസാമീസ് അറിയത്തില്ല. ഹിന്ദിയും അത്ര ഫ്ലുവൻ്റ് അല്ല, ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആണ്. നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ 91-11 വീണ്ടും എക്സിക്യൂട്ട് ആകുന്നത് ചാസയുടെ ടോളോ വില്ലേജ് വെച്ചാൽ. ഞങ്ങൾ അവിടെ ഇരുന്ന് കൊന്തയൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വിസിറ്റ് സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പോൾ 2 കുട്ടികൾ വരിക, നിങ്ങൾ എന്തിനു വന്നതാണെന്ന് ചോദിച്ചു. ഇങ്ങനെ മിഷനായിട്ട് വന്നതാണ്, ഷിജോച്ചൻ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇംഗ്ലീഷിൽ അവർ ചോദിക്കുന്നത് ധൈര്യമായി. ഒരാളുടെ പേര് ജോൺ എന്നാണ്, അടുത്ത ആളുടെ പേര് അറ്റോൺ എന്നാണ്. 9ലും 10ലും പഠിക്കുന്ന പിള്ളേർ. ഇവർക്ക് വാൻജോയും നൊക്റ്റയും ഒക്കെ അറിയാം, എല്ലാ ലാംഗ്വേജും അറിയാം. ഞങ്ങളുടെ ത്രൂ ഔട്ട് എല്ലാ വിസിറ്റിലും ആ ഒരു ചാസ വില്ലേജിലെ ഫുൾ വിസിറ്റിലും ഈ കുട്ടികളുണ്ടായിരുന്നു. നമ്മൾ അവരോട് ഫാമിലി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചോദിക്കും. പ്രാർത്ഥന ആവശ്യം ചോദിക്കാൻ പറഞ്ഞാൽ അത് ചോദിക്കും. അത് നമ്മളോട് ഇംഗ്ലീഷിൽ പറഞ്ഞുതരും. നമ്മൾ ത്രൂ ഔട്ട് ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യുന്നത്. ഇത് കേൾക്കുക. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ വിശ്വസിക്കാത്ത അത്രയും ശക്തി ഉണ്ടെന്നുള്ളത് ശരിക്കും അവിടെ നമ്മൾ വചനം എടുത്ത് പ്രാർത്ഥിക്കുമ്പോഴും അത് എക്സിക്യൂട്ട് ആകുന്നുണ്ട് ഓരോ കാര്യങ്ങളിലും. ഈ 91 വീടുകൾ വിസിറ്റ് ചെയ്യുമ്പോഴും ഈ പിള്ളേർ ഹെൽപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു മാസത്തെ അവിടുത്തെ താമസത്തിന് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് എന്തെങ്കിലും സംഭവങ്ങളുണ്ടായോ, എന്തെങ്കിലും അനുഭവങ്ങൾ? എന്നും ഈ പച്ചരിച്ചോറും പരിപ്പ് കറിയാണല്ലോ. അപ്പം ഇവർക്ക് ആദ്യത്തെ ദിവസം 2-3 ദിവസമൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ അവർക്ക് മടുപ്പ് പോലായി. പിന്നെ ഛർദിൽ തുടങ്ങി, ഡയേറിയ, അങ്ങനെയൊക്കെ. എന്ന് വെച്ചാൽ 3 പേർക്കും ദൈവം സഹായിച്ച് 3 പേർക്കും ഒരുമിച്ച് വന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശരിക്കും പെട്ടേനം. അപ്പോൾ ആദ്യം മോന് തുടങ്ങി, അവന് ഒന്ന് തീരാറായപ്പോൾ അടുത്താക്ക് തുടങ്ങി. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്ന ആശുപത്രി സൗകര്യങ്ങളൊക്കെ ഉണ്ടോ അടുത്ത്? ഇല്ല, ഹോസ്പിറ്റലില്ല. ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഒരു 110 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടേ പുറത്തേക്ക്, 10 കിലോമീറ്റർ അത്രയും ദൂരം സഞ്ചരിച്ചിട്ടേ പുറത്തേക്ക് പോകാൻ പറ്റൂ. നല്ല ഹോസ്പിറ്റലാണ്. പിന്നെ ചെറിയൊരു നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിന് താഴെയുള്ള ഫെസിലിറ്റി ഉള്ളത് കോൻസ എന്ന് പറഞ്ഞാൽ അതൊരു 25-30 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് തന്നെ അറിയാം ഈ ഫുഡിൻ്റെ പ്രശ്നമാണെന്ന് അറിയാം. അപ്പം നമ്മൾ പിന്നെ അച്ഛനെ വിളിച്ച് പറഞ്ഞപ്പോൾ അച്ഛൻ നമുക്ക് ഹെൽപ്പ് ചെയ്തു. എന്ന് വെച്ചാൽ നമ്മളവിടുത്തെ ആ ഫുഡാണല്ലോ ബുദ്ധിമുട്ടായത്. അപ്പം ഞങ്ങൾക്ക് അച്ഛൻ കുറച്ച് ഗോതമ്പ് പൊടി അങ്ങനെയൊക്കെ കൊണ്ട് തന്നു. എല്ലാവർക്കും ഓരോ ദോശ വെച്ചിട്ട് ചുട്ടു കൊടുക്കും. അപ്പോൾ അത് കഴിക്കും. പിന്നെ ഈ പച്ചരിച്ചോറും പരിപ്പ് കറിയും മാറ്റിയിട്ട് അവർ പിന്നെ ദോശ കഴിക്കാൻ തുടങ്ങി, ഓരോ ദോശയൊക്കെ വെച്ചിട്ട്. അങ്ങനെ ഓരോരുത്തർക്ക് ശരിയായി. പിന്നെ ഞങ്ങൾക്ക് ഒന്നും അങ്ങനെ സംഭവിച്ചില്ല. അതുകൊണ്ട് നമുക്ക് അവരെ നോക്കാൻ പറ്റി.
ഞങ്ങൾ ഡേ ടൈം വീട്ടിലുണ്ടാവും. 8 മണി വിസിറ്റ് കഴിയും, പിന്നെ വൈകിട്ട് 6 to 8 വിസിറ്റ്. ഈ സമയത്ത് വീട്ടിൽ സാധാരണ ഒരു ധ്യാന കേന്ദ്രത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കുന്ന പോലെ ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു. നമ്മുടെ മുന്നിലാണോ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ വ്യക്തിയല്ല, കർത്താവിൻ്റെ നാമത്തിൽ വന്നവൻ എന്നുള്ള ആ ഒരു അഡ്രസ്സിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പ്രാർത്ഥിച്ചാൽ അങ്ങനെ എക്സിക്യൂട്ട് ആവുമോ എന്നും നമുക്കറിയത്തില്ല. എന്നിരുന്നാലും അന്നേരം നമ്മൾ അനവധി ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആ ഒരു ധൈര്യത്തിൽ നമ്മൾ ആ ചാസ വില്ലേജ് വിട്ട് ഇറങ്ങുന്നത്. വില്ലേജ് വിട്ട് ഇറങ്ങിയിട്ട് ഏറ്റവും വലിയ സ്ട്രഗിൾ ഞങ്ങൾ കണ്ടത് യൂത്ത് കൺവെൻഷൻ നടത്താൻ ഞങ്ങൾ ഏൽപ്പിച്ചു. യൂത്ത് കൺവെൻഷൻ്റെ കൂടെ നിൽക്കുന്ന ഫസ്റ്റ് ഡേ ഇട്ട പന്തൽ കാറ്റ് കൊണ്ടുപോയി. നമ്മൾ അത്ര ഒരു എക്സ്ട്രീം ക്ലൈമറ്റ് അടുത്ത ചിന്തിക്കുന്ന നമ്മളിനി മല വല്ല ഇളകി വരും അങ്ങനെ പേടിയൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് കുറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ട് കേരളത്തിൽ. വാട്സപ്പിലും മറ്റു ഗ്രൂപ്പുകളും അല്ലാതെ വ്യക്തിപരമായിട്ട് വിളിച്ചാൽ തന്നെയും ഹെൽപ്പ് ചെയ്യുന്ന കുറേ മനുഷ്യരുണ്ട്. അവരുടെ ആൾക്കാരുടെ ഇടയ്ക്ക് നമ്മൾ ഈ ഒരു പ്രാർത്ഥന നീട് അയച്ചു കൊടുക്കുകയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് രാവിലെ ഒരു 9 മണിയോടെ മഴയൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ നിന്ന് യൂത്ത് കൺവെൻഷൻ തീർന്ന ദിവസം വരെയും മഴയും പ്രശ്നങ്ങളും ഇല്ല. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പോരുകയും ചെയ്തു. പോരുന്ന വിറ്റ് സച്ചം വിളിച്ച് പറഞ്ഞ് നമ്മൾ പോരുന്ന വഴിയൊക്കെ ഒലിച്ചു പോയി അജിന്ന് പറഞ്ഞ്. അത് ആ നിൽക്കുന്ന സമയത്ത് നമ്മൾ നിന്ന ഇടം കർത്താവ് പരിപാലിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും അധികം ആളുകൾക്ക് സഹായം ചെയ്യാൻ ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ വിദൂരതയ്ക്കൽ നമുക്കൊരിക്കലും കണ്ടിട്ടില്ലാത്ത ആളുകൾക്കിടയിലേക്ക് നമ്മൾ പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ വിളവധികം മേലക്കാരോ ചുരുക്കം ആ ഒരു വചനം ഞാനും ഓർക്കാറുണ്ട്. കേരളത്തിൽ ഈ വിളവധികം മേലക്കാരോ ചുരുക്കം എന്ന വചനത്തിനൊക്കെ പ്രസക്തിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആത്മീയതയുടെ ആഡംബരത്തിൻ്റെ അങ്ങേറ്റമൊക്കെയാണ് നമ്മൾ കേരളത്തിൽ നിൽക്കുക. ആ ലോങ്ങോയിൽ ഒരു അച്ഛന് ലീവിന് നാട്ടിൽ അർജൻറ്റായിട്ട് പോകണമെങ്കിൽ തന്നെയും കോമ്പൻസേറ്റീവായിട്ട് വേറെ ആളെ പിടിച്ച് നിർത്താനും അവിടെ ആളില്ല. അങ്ങനത്തെ പ്രേക്ഷിതരായിട്ടാണെങ്കിലും അല്ലെങ്കിലും അവിടെ ഇത്രയും പേരെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ചുരുക്കം വൈദികരും മറ്റുമൊക്കെ ഉള്ളൂ. എല്ലാ വില്ലേജിലും പള്ളിയുണ്ട്, എല്ലാ വില്ലേജിലും നമ്മുടെ ഇവിടുത്തേക്കാട്ടിയും ആൾക്കാരും ഉണ്ട്. പക്ഷേ ഇവിടെയൊക്കെ സേവനം അനുഷ്ഠിക്കാനായിട്ട് വ്യക്തികളുടെയും പ്രേക്ഷിതരെയൊക്കെ കുറവ് നല്ലോണം ഉണ്ട്. കർത്താവിൻ്റെ ഭാഗത്ത് ചെല്ലുന്നവരെ അവർ സ്വീകരിക്കുന്നുമുണ്ട്, നമുക്കവിടെ ചെയ്യാൻ സ്പേസും ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് പോയി ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഇത്രയൊരു മിഷൻ എക്സ്പീരിയൻസ് ഒരുപാട് ആളുകളിൽ നിന്നും അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ സ്വായത്തമാക്കി നമ്മൾ സ്വീകരിച്ചു. നമ്മളിവിടെ എത്തിയതിന് ശേഷം അത് നമ്മുടെ സമൂഹത്തിൽ, നമ്മൾ ഉൾപ്പെട്ട സമൂഹത്തിൽ, നമ്മുടെ ഇടവകയിലോ നമ്മുടെ കുടുംബങ്ങളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിയോ? വ്യക്തിപരമായി ചേട്ടൻ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടായോ? വ്യക്തിപരമായി എനിക്ക് ഉണ്ടായ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾ മിഷനിലേക്ക് പോയി വരുമ്പം ഞങ്ങൾ GC യൂത്ത് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. GC യൂത്ത് മൂവ്മെൻറ്റ് ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ പോയി വന്നാൽ നിങ്ങൾ ഒതുങ്ങിക്കൂടരുത്, നിങ്ങൾ അവൈലബിൾ ആകുക. വളരെ ക്ലിയറാണ്. നമ്മൾ ആ ഇടങ്ങളിൽ നമ്മുടെ ഇടങ്ങളിൽ എവിടെയാണോ നീഡ്ഫുൾ ആയിട്ടുള്ളത് അവിടെ നിങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ നേരത്തെ ഒരു സാധാരണ മുടങ്ങാതെ കുർബാനയ്ക്ക് പോകുന്ന അപ്പുറത്തേക്ക് ഒരു ആഘോഷമായി എല്ലാ ദിവസവും മുടങ്ങാതെ പോകുന്നുണ്ട്. അപ്പുറത്തേക്ക് എന്തും ചെയ്യാനായിട്ട് സ്പേസൊന്നും നമ്മൾ അന്വേഷിക്കാറില്ല. നമ്മൾ തിരിച്ച് സോണിലേക്ക് വരുമ്പോൾ അവരാവശ്യപ്പെട്ടത് നിങ്ങൾ ഇന്നത് ചെയ്യണം, പറ്റുമോ എന്ന് ചോദിക്കും. അന്നേരം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് യെസ് ഐ ആം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. യെസ് ഐ ആം എന്ന് പറഞ്ഞു വെച്ചാൽ ശരിക്കും നോ പറയാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒരു പിടിച്ചേൽപ്പിച്ച കാര്യം, അടുത്ത ബാച്ച് മിഷൻ ട്രെയിനിങ് നിങ്ങൾ നേതൃത്വം കൊടുക്കണം. അവർ ആ മിഷൻ ടീമിൻ്റെ കൂടെ ഞങ്ങളെ പരിശീലിപ്പിച്ച് വിട്ടവരെ കൂടെ അവർ ചേർന്ന് നിർത്തി. ആദ്യം ഭയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജോലിക്ക് ശേഷം വൈകുന്നേരങ്ങളിൽ പതുക്കെ ട്രെയിൻ കയറും, ഒലോക്കോട് പോവും. അവിടെ ഞങ്ങൾ 25ഓളം കുടുംബ വിസിറ്റൊക്കെ നടത്തി. അവിടെ ഒലോക്കോട് പള്ളി വെച്ചായിരുന്നു കഴിഞ്ഞ ബാച്ചിൻ്റെ ട്രെയിനിങ് നടന്നത്, കഴിഞ്ഞ ബാച്ചിൻ്റെ പരിശീലനം. 20ഓളം കുടുംബങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു. അവരൊക്കെ തന്നെ മിഷന് പോയി തിരിച്ചു വരികയും ചെയ്തു. അവർക്കുള്ള പരിശീലനത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ടും ഒക്കെ പറ്റി. അത് കഴിഞ്ഞപ്പോഴാണ് സോണിൽ അടുത്ത നീഡ് വന്നത്, നമ്മുടെ ഫാമിലി സ്ട്രീമിൻ്റെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെ ഫാമിലി സ്ട്രീമിനെ സർവീസ് ടീമിനെ സഹായിക്കുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നിരന്തരം നമ്മൾ യാത്ര ചെയ്യപ്പെടുന്നുണ്ട്. അട്ടപ്പാടിയിലായാലും പല സ്ഥലങ്ങളിലായാലും ആവശ്യമുള്ള ഇടങ്ങളിലേക്ക് നമ്മൾ പറിച്ചു നടപ്പെടുന്നുണ്ട്. നമ്മുടെ വീക്കെൻഡുകളൊന്നും വലിയ ആഘോഷങ്ങളല്ല, കർത്താവിന് ആവശ്യമുള്ള ഇടങ്ങളിലേക്ക് നമ്മൾ പറിച്ചു നടുകയാണ് ഞങ്ങൾ. അതിന് ഒരുക്കമാണ് മക്കളൊക്കെ തന്നെ. ഇന്ന് എവിടേക്കാണ് പോകുന്നവർ ചോദിക്കുക. അങ്ങനെ ഒരു തയ്യാറെടുപ്പ് ഉള്ളൊരു ഇടമാണ്. അങ്ങനെ വണ്ടി എൻ്റെ വാഹനം ഏറെ ഓടിയിട്ടുള്ളത് GC യൂത്ത് അല്ലെങ്കിൽ മൂവ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ പ്രേക്ഷിത ആവശ്യങ്ങൾക്കുള്ള ഇടങ്ങളിലേക്ക് മാത്രമേ ഞങ്ങൾ വണ്ടി ഓടിച്ചിട്ടുള്ളത്. ടൂറുകളോ അങ്ങനെയുള്ള യാത്രകളോ വളരെ കുറച്ച് ഞങ്ങൾ പോയിട്ടുള്ളൂ. അത് ആവശ്യപ്പെടുന്ന സമയങ്ങളിൽ പിള്ളേർ ആവശ്യപ്പെടുമ്പോൾ പോകാറുണ്ട്. പക്ഷേ ഏറെയും ഓടുന്ന ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ്. നിങ്ങളുടെ കുടുംബം അത്യാവശ്യം സാമ്പത്തിക സുസ്ഥിരതയുള്ളൊരു കുടുംബമാണ്. ഇത്തരം യാത്രകളൊന്നും വലിയൊരു സ്ട്രഗിൾ ഉണ്ടാവുന്നില്ല. ശരിക്കും കയ്യിൽ കാശില്ലാത്തവന് പോകാൻ പറ്റുന്നൊരു പണിയാണോ ഈ മിഷൻ? തീർച്ചയായും. കർത്താവ് ആവശ്യപ്പെടുന്ന ഒരു വാക്കേ ഉള്ളൂ, യെസ് ലോഡ് എന്ന് പറയാനുള്ള. യെസ് ലോഡ് പറഞ്ഞവരൊക്കെ തന്നെ കർത്താവ് കൊണ്ടുപോയിട്ടുണ്ട്. എനിക്കറിയാവുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സഹായ സെൽവദേമ എന്ന് പറഞ്ഞൊരു ഫാമിലി കഴിഞ്ഞ കൊല്ലം മിഷന് വേണ്ടിയിട്ട് പോയി, ചെന്നൈയിലേക്കായിരുന്നു. അവർക്ക് അധികം വിദ്യാഭ്യാസങ്ങളൊന്നുമില്ല, അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമുള്ള
കടലിൽ പണിക്ക് പോകുന്നൊരു കുടുംബമാണ്. ഞാൻ വളരെ സൗകര്യത്തുല്യമായിട്ട് കരുതുന്ന കുടുംബമാണ്. അവർ മിഷന് വേണ്ടി ഇറങ്ങുമ്പോൾ 1 മാസത്തെ ജോലി ഉപേക്ഷിച്ച് പോവുക. അതുപോലെ തന്നെ ജോബിൻ സേട്ടൻ എന്ന് പറയും, കണ്ണൂരിൽ നിന്ന് 108 ആംബുലൻസിലെ നേഴ്സായിട്ട് പോകുന്നത്. അവർ തിരിച്ചു വന്നാൽ ജോലി ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. പക്ഷേ അവർ പറഞ്ഞുകൂടി അവർക്ക് ചേർക്കപ്പെട്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷന് വേണ്ടി പ്രേക്ഷിത തീക്ഷ്ണതയോടെ ഉള്ളിൽ ആ തീയുള്ള ഒരുവനെ കിട്ടിയ അവരെ സപ്പോർട്ട് ചെയ്യാൻ ധാരാളം പേരുണ്ട്. സെൽവദേവൻ സഹായത്തിൽ ഫാമിലി ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ടിക്കറ്റ് എടുത്ത് ചെന്നപ്പോഴത്തേക്ക് ചെന്നൈയിലുണ്ടായിരുന്ന ആൾക്കാർ അവർക്ക് അവിടെ വേണ്ട കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാൻ ടെൻഷൻ അടിക്കേണ്ട, വന്നാൽ മതി എന്നാണ് ദീപക്കേട്ടൻ പറഞ്ഞത്. ദീപക്കേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു നമ്മുടെ ചെന്നൈയിലെ ചാർജ് ഉണ്ടായിരുന്നത്. ദീപക്കേട്ടൻ അവരെ റിസീവ് ചെയ്തപ്പോൾ 4 ഇടങ്ങളിലായിട്ട് ചെന്നൈയുടെ 4 ഭാഗങ്ങളിൽ ഒരു കുരിശ് വരയ്ക്കുന്നത് പോലെ 4 ഇടങ്ങളിലായിട്ട് വീക്കെൻഡുകളിൽ അവർ ഗ്യാതറിങ്ങുകൾ പിടിച്ച് കൊറോണയ്ക്ക് ശേഷം വളരെ നിർജ്ജീവമായിരുന്ന ചെന്നൈ റീജിയനെ ഉണർത്തിയ ശേഷമാണ് അവർ വന്നത്. അവരിന്നും അവരുടെ ഒരു ഷെയറിങ്ങൊക്കെ കേട്ടാൽ ഞാനുൾപ്പെടെ ഇരുന്ന് കരഞ്ഞു പോകും. ഞാനൊക്കെ ശരിക്കും പറയാൻ അത്ര തീ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടുന്ന് പോകുമ്പോൾ നല്ല എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിട്ടാണ് പോയത്. ഇവിടുത്തെ പോലൊന്നും അല്ല, നല്ല തണുപ്പായിരുന്നു. രാവിലെ ഉണരാനൊന്നും തോന്നില്ല. ഞാൻ പപ്പയുടെ കൂടെ വീടുകളൊക്കെ വിസിറ്റ് ചെയ്യാൻ രാവിലെ പോവും. എന്നിട്ട് കുന്നൊക്കെ കയറും. ആദ്യമൊക്കെ കയറുമ്പോൾ വീണ് പോവുമായിരുന്നു, തിരിച്ചിങ്ങനെ ഉരുണ്ട് വരും, ബാക്കിലുള്ളവരെയൊക്കെ തട്ടിയിടും, അങ്ങനെയൊക്കെ പോവുമായിരുന്നു. പിന്നെ വടിയൊക്കെ കുത്തി നടന്നു. പിന്നെ പ്രാർത്ഥിച്ച് പോകാൻ തുടങ്ങി. 13 ദിവസം ആ ഒരു വില്ലേജിൽ തന്നെയായിരുന്നു. പിന്നെ അച്ഛന്മാരുടെ കൂടെ പോയി രാവിലെ വണ്ടിയിൽ വേറൊരു വില്ലേജിൽ കൊണ്ടുപോയി ആക്കും. അവിടെ ചെന്നിട്ട് ഇതേപോലെ വീടുകൾ വിസിറ്റ് ചെയ്യണമായിരുന്നു. ഇനി ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ ഇതുപോലത്തെ തന്നെ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഏരിയയിലേക്ക് തന്നെ പോകാൻ ആഗ്രഹിക്കുമോ, അതോ കുറച്ചുകൂടെ പോഷായിട്ടുള്ള ഒരു ഏരിയ ആഗ്രഹിക്കുമോ? ഇത് നല്ല രസമായിരുന്നു. തിരിച്ചു വരാൻ നേരത്തൊക്കെ സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. ഇനി പോവുകയാണെങ്കിൽ ഇതുപോലുള്ള ഏരിയയിൽ തന്നെ പോവുകയുള്ളൂ. ഇതാണ് മിഷൻ. നമ്മുടെ സമയം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം ഇതെല്ലാം നമ്മൾ സമർപ്പിക്കുകയാണ് നാം ഇതുവരെ കാണാത്ത ആർക്കോ വേണ്ടി. വാരിയേഴ്സ് ഓഫ് ഫെയ്ത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളും പുതിയ ആളുകളുമായി നമ്മുടെ അടുത്ത എപ്പിസോഡ് എത്തും വരെ ഏവർക്കും ആശംസകൾ. വിളവധികം വേലക്കാരോ വിരളം, വിളവിൻ്റെ നാഥ വിളവെടുക്കുവാൻ. വിളവധികം വേലക്കാരോ വിരളം, വിളവിൻ്റെ നാഥ വിളവെടുക്കുവാൻ. വേലക്കാരായ